ഇന്ത്യയിൽ 15 ഇനം പൂച്ചവർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ചീറ്റപ്പുലിയും കൂടെ കൊണ്ടുവന്നതുകൊണ്ട് ആഫ്രിക്കയിൽ നിന്ന് ഇപ്പോൾ 16 ഇനമായി. ഇതിൽ ഏറ്റവും അഡാപ്റ്റബിൾ ആയിട്ടുള്ള പൂച്ചവർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ പുള്ളിപ്പുലിയാണ്. എലിയെ പിടിച്ചിട്ട് വേണമെങ്കിലും അതിന് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സത്പുര കാടുകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു വർഷം കുറേയേറെ പുലികളുടെ ഫോട്ടോ എടുത്തു. പ്രത്യേകിച്ച് 2 ബ്രദേഴ്സ് നീലും പീലും എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന ആ പുലിക്കുട്ടികളുടെ കഥയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. മധ്യപ്രദേശിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാടുകളിലൊന്നാണ് സത്പുര കാടുകൾ. സത്പുര മലനിരകളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലം അവിടെ മടൈ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 6 വർഷം അവിടെ ജോലി ചെയ്തിരുന്നു. അതിന് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കിനും അവിടെ വലിയൊരു നദിയുണ്ട്. ആ നദി കടന്ന് ബോട്ടിൽ കയറിയിട്ട് അപ്പുറേ പോയിട്ടാണ് കാട്ടിൽ നമ്മൾ സഫാരിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം 2013-2014 കാലത്തൊക്കെ, പ്രത്യേകിച്ച് ഞാൻ 2011 അവിടെ ജോയിൻ ചെയ്തത്. ആ സമയത്തൊന്നും സത്പുര കാടുകൾ അത്ര പ്രസിദ്ധമല്ല. കാരണം അവിടെ ടൈഗറിൻ്റെ സൈറ്റിങ്സ് വളരെ കുറവായിരുന്നു. ഞങ്ങൾ സാധാരണയായിട്ട് കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ കരടിയും പുലിയൊക്കെ ഉണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സഫാരിക്കൊക്കെ ഞങ്ങൾ 16 കരടിയെ കണ്ടിട്ടുണ്ട്, പിന്നെ കുറേയേറെ പുലികളെ കണ്ടിട്ടുണ്ട്. അപ്പം ആൾക്കാർ അവിടെ കൂടുതലായിട്ട് വരുന്ന പുലിയെയും കരടിയും കാണാനായിരുന്നു ആ സമയങ്ങളിൽ വന്നിരുന്നത്. 2013 ഞങ്ങൾ ഒരു അമ്മപ്പുലിയും 3 കുഞ്ഞുങ്ങളെയും സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി. 2 ആൺപുലികളും ഒരു പെൺപുലിയായിരുന്നു ഞങ്ങൾ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങിയത്. അപ്പോൾ കാണുമ്പോഴത്തേക്കിന് ഇവർ സഫാരി വണ്ടിയായിട്ട് വളരെ അഡാപ്റ്റബിൾ ആയിരുന്നു. അടുത്തൊക്കെ വരാൻ തുടങ്ങി. ഞങ്ങളതിനെ കുറേ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് 2014 ആയപ്പോഴത്തേക്കിന് ഇത് വളർന്ന് നല്ല സൈസൊക്കെ ആയി. അപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷമായിരുന്നു ഇതിൻ്റെ വയസ്സ്. അപ്പോൾ അമ്മയിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് ഈ 2 ആൺപുലികൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളതിനെ അടുത്തടുത്ത് കാണാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയത്. ഒരു പുലിക്ക് നല്ല നീലക്കണ്ണും മറ്റൊരു പുലിക്ക് മഞ്ഞക്കണ്ണുമായിരുന്നു. അപ്പോൾ നീലക്കണ്ണുള്ള പുലിയെ ഞങ്ങൾ നീലു എന്ന് വിളിച്ചു തുടങ്ങി. ആ പുലിയുടെ വലത്തെ ചെവി ഇച്ചിരി മടങ്ങിയിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ നമുക്ക് ആ പുലിയെ മനസ്സിലാവും. മറ്റേ പുലിക്ക് നല്ല ചെവി മടങ്ങാത്തതും അതേസമയം അതിൻ്റെ കണ്ണ് മഞ്ഞ കളറിലുള്ളതായിരിക്കും. അപ്പോൾ ഇവർ സബ് അഡൽട്ട് പുലികളാണ്. സാധാരണ കടുവയുടെയും പുലിയുടെയും കുഞ്ഞുങ്ങളൊക്കെ 2 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് സ്വന്തമായിട്ട് ടെറിട്ടറി തേടിപ്പോവും. അപ്പം അതിന് മുന്നേ ഉള്ളൊരു സമയത്ത് ഇവർ അമ്മയുടെ ടെറിട്ടറിക്ക് അടുത്ത് തന്നെ ഇങ്ങനെ റോം ചെയ്യുന്ന അവിടെ നടക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടിരുന്നത്. വണ്ടിയോടൊന്നും അധികം പേടിയില്ല, ആൾക്കാരോട് അധികം പേടിയില്ല. അപ്പം ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തൊക്കെ തൊട്ടടുത്തൊക്കെ വരാൻ തുടങ്ങി. വെള്ളം കുടിക്കുന്നത് കണ്ട് തൊട്ടടുത്ത് നമ്മൾ വാട്ടർ ഹോളിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത് വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോകും. ചില സമയത്ത് ചെറിയൊരു ടെർമൈറ്റ് മൗണ്ട്, നമ്മുടെ ചെതൽപ്പുറ്റൊക്കെ കണ്ട് അതിന് മണ്ടയ്ക്ക് കയറിയിരിക്കും. ഒരു പ്രാവശ്യം കണ്ടു ഒരു പന്നിയുടെ നേർക്ക് ഒരെണ്ണം വടിയുണ്ടാക്കാൻ പോകുന്നത് കണ്ടു. പിന്നെ ഒരു ദിവസം ഇവർ സാമ്പാറിൻ്റെ കുഞ്ഞിനെ തിന്നുന്ന സമയത്ത് 2 പന്നികൾ അവിടെ വന്നിട്ട് പന്നിയായിട്ട് ബഹളം വെച്ചിട്ട് പന്നി പുലികളെ ഓടിച്ചിട്ട് പന്നി അവിടെ പോയിട്ട് ഈ സാമ്പാറിൻ്റെ കുഞ്ഞിനെ തിന്നുന്നത് കണ്ടു. സാമ്പാർ എന്ന് പറഞ്ഞാൽ മ്ലാവിൻ്റെ കുഞ്ഞ്. ഇങ്ങനെ കുറേയേറെ സൈറ്റിങ്സുകൾ കണ്ടിട്ടുണ്ട് അവിടെ. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള 2 കഥകൾ പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സത്പുരയിൽ ആ സമയത്ത് കുറേ ഫോട്ടോഗ്രാഫി ഗ്രൂപ്പുകാർ വരും. പ്രത്യേകിച്ച് USA എന്നുള്ള ജോ മക്ഡൊണാൾഡ്സ്, മേരിയാൻ മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞ് 2 ഫേമസ് ആയിട്ടുള്ള 2 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവർ സ്ഥിരമായിട്ട് അവരുടെ ഗ്രൂപ്പുമായിട്ട് വരുമായിരുന്നു. അപ്പം 5-6 ജീപ്പുകളിലായിട്ട്, ഓപ്പൺ ജീപ്പായിട്ട് നമ്മൾ സഫാരിക്ക് പോകും. അപ്പോൾ ഒരു ദിവസം രാവിലെ പോകുന്ന സമയത്ത് നമ്മൾ സാമ്പാറിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. മ്ലാവൊക്കെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് വെക്കും. ഞങ്ങളൊരു ഗ്രാസ് ലാൻഡ് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് കണ്ട 5-6 മ്ലാവുകൾ ഒരുമിച്ച് നിന്നിട്ട് അലാം കോൾ ചെയ്യുന്നു. നോക്കിയപ്പോഴത്തേക്കിന് നിലത്തൊരു ചത്തൊരു കുഞ്ഞ് സാമ്പാർ കിടക്കുകയാണ്. അപ്പോൾ ആ സാമ്പാറിൻ്റെ അടുത്ത് ഈ വൈൽഡ് ഡോഗ്, നമ്മുടെ നാട്ടിൽ ചെന്നായ എന്നൊക്കെ പറയാറുള്ള ധോൽ അല്ലെങ്കിൽ ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ് അവിടെ നിന്നിട്ട് ഇതിനെ ഒരു ചെറിയൊരു സാമ്പാറിൻ്റെ കുഞ്ഞിനെ കടിച്ച് തിന്നുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഞങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞങ്ങൾ പതിയെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി, വീഡിയോസ് എടുക്കാൻ തുടങ്ങി. ഗസ്റ്റിനൊക്കെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആയിരുന്നു, വലിയ ക്യാമറയുണ്ട്, അവർ അതുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് വൈൽഡ് ഡോഗ് ഇത് ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവർ എഴുന്നേറ്റിട്ട് അവിടുന്ന് ഓടി മാറി. അപ്പോഴും ആ സാമ്പാറിൻ്റെ ജട അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പം വലത്തോട്ട് നോക്കിയപ്പോഴത്തേന് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കിനാണ് കണ്ടത് അവിടെ ഗ്രാസ് ലാൻഡിൻ്റെ അകത്തൊരു പുലി ഇരിക്കുകയായിരുന്നു. പുലി പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ മ്ലാവിൻ്റെ കുഞ്ഞ് കിടക്കുന്നിടത്തോട്ട് പതിയെ നടന്നു വരുന്നത് കാണാൻ പറ്റും. അപ്പം ഞാൻ ഗസ്റ്റിനോടൊക്കെ പറഞ്ഞു, ഫോട്ടോഗ്രാഫേഴ്സിനോടൊക്കെ പറഞ്ഞു, നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ നല്ല രസകരമായൊരു സൈറ്റിംഗ് കാണാൻ സാധ്യതയുണ്ട്. കാരണം വൈൽഡ് ഡോഗ് കൊന്നിട്ട ആ സാമ്പാറിൻ്റെ കുഞ്ഞിനെ എടുക്കാനായിട്ടാണ് ഈ പുലി അവിടെ നിന്ന് നടന്നു വരുന്നത്. അപ്പോൾ എന്തായാലും വൈൽഡ് ഡോഗ് വന്നിട്ട് ഈ പുലിയെ ഓടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുലി പതിയെ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ദൂരെ നിന്ന് കാണാം വൈൽഡ് ഡോഗ് ഭയങ്കരമായിട്ട് പെട്ടെന്ന്, അവർ 3 വൈൽഡ് ഡോഗ് ആയിരുന്നുണ്ട്. ഒരു വൈൽഡ് ഡോഗ് ഭയങ്കരമായിട്ട് സൗണ്ട് വെക്കുന്നത്, ഭയങ്കരമായിട്ട് സൗണ്ട് വെച്ചിട്ട്
അത് പുലിയുടെ അടുത്തോട്ട് ഓടി വരുന്നത്. അപ്പോൾ പുലി ഈ സാമ്പാറിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്ക്, ചത്ത് കിടക്കുന്ന സാമ്പാറിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്കിന് ഈ വൈൽഡ് ഡോഗ് പുറകിൽ നിന്ന് ഓടി വന്നിട്ട് ഒറ്റ കടി, എൻ്റെ പുറകിൽ ഭയങ്കരമായിട്ട് സൗണ്ട് വെച്ചിട്ട് ഒറ്റ കടി. അത് കഴിഞ്ഞ് പുലി പേടിച്ച് ഒറ്റ ഓട്ടം ഓടുന്നുണ്ട്. അപ്പം വൈൽഡ് ഡോഗ് ഈ പുലിയുടെ പുറകെ ഇങ്ങനെ ഓടിപ്പോകുന്ന നല്ലൊരു കാഴ്ച കണ്ട് പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തപ്പോൾ പിന്നെ എന്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വൈൽഡ് ഡോഗ് കുറച്ച് മാറി നിന്നപ്പോൾ ഈ പുലി പിന്നെയും വന്നിട്ട് ഈ സാമ്പാറിൻ്റെ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തിട്ട് പതിയെ നടന്ന് അത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഗ്രാസ് ലാൻഡിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നടന്നു പോകുന്ന നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് ഈ വൈൽഡ് ഡോഗ് ഇങ്ങനെ പുലിയെ ഓടിക്കാറുണ്ട്, പുലിയെ ചേസ് ചെയ്യാറുണ്ട്, പുലിയെ കടിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടന്നത് കാണാൻ പറ്റി. पहाड़ी पे एक वहाँ कौन वो कुत्ता वाइल्ड डॉग कहाँ है? तेंदो एक और उधर ही है लेफ्ट में. ओके അതുപോലെ തന്നെ വേറൊരു ദിവസം കാട്ടിൽ പോയപ്പോഴത്തേന് കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പുലികളൊരു നീലക്കാള പറയുന്നൊരു നീൽഗായിയെ കൊന്നിട്ടിട്ട് അതിനെ തിന്നുന്ന കാണാൻ പറ്റി. അതിൻ്റെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഒരു സ്ഥലമുണ്ട് നമുക്ക് സത്പുര കാടിനകത്ത് ആംപാനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആംപാനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു റോഡ് ഇങ്ങനെ പോകുന്നു, രണ്ട് സൈഡ് നല്ല പാറക്കെട്ടുകളാണ്. അപ്പോൾ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. സാധാരണ അവിടെ പോയി കരടിയെയും പുലിയൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം അവിടെ ചെന്നപ്പോഴത്തേക്കിനും കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു പുലി ഇരിക്കുന്ന. അപ്പം നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. ചെറിയൊരു മരമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്ന പുലിയുടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് തന്നെ പുലി മരത്തിന് താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഒരു ചെറിയൊരു പാറയുണ്ടായിരുന്നു. ആ പാറയുടെ മുകളിൽ കയറി ഇരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് നന്നായിട്ട് പുലിയെ കാണാവുന്ന തരത്തിൽ വണ്ടി ഇട്ടപ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് ഞങ്ങൾ ബൈനോക്കുലർ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുലി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പുലിയെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ നോക്കി നിന്ന്, നമ്മുടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ നോക്കി നിന്ന് അതിനെന്തോ സൗണ്ട് കേൾക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. പെട്ടെന്ന് പുലി അവിടെ നിന്ന് ഓടിയിട്ട് ഞങ്ങളുടെ റോഡ് ക്രോസ് ചെയ്തിട്ട് കുറേയേറെ പുല്ല് വളർന്നു നിൽക്കുന്ന സ്ഥലമാണ്. ആ പുല്ലിൻ്റെ അകത്ത് റോഡിൽ കയറി. അപ്പോൾ ഞങ്ങളോട് ഇത് എന്തായിരിക്കും എന്നോർത്ത് ഞങ്ങൾ എല്ലാവരും ക്യാമറയും ബൈനോക്കുലറായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എൻ്റെ ബൈനോക്കുലർ എടുത്തിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു കാഴ്ച കണ്ടത് എനിക്ക് ഈ ഈനാമ്പേച്ചിയുടെ സ്കെയിൽസ് കാണാൻ തുടങ്ങി. എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പാങ്കുലിൻ എന്ന് പറയുന്ന അപൂർവമായിട്ടുള്ളൊരു ജീവിയാണത്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്കെയിൽസ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഡോണ്ട് ടെൽ മീ ഇറ്റ്സ് എ പാങ്കുലിൻ. അപ്പോൾ ഈ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് വേറെ 2-3 വണ്ടിക്കാരും അടുത്ത് വന്നിട്ട് ഞങ്ങളെല്ലാവരും നോക്കി. അപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ പുലി അവിടെ നിന്നിട്ട് ഈ ഈനാമ്പേച്ചി ഇങ്ങനെ തട്ടിയിട്ട് കളിക്കുന്നൊരു കാഴ്ചയാണ്. ഈനാമ്പേച്ചിയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദേഹത്തെല്ലാം നല്ല സ്കെയിൽസ് ഉണ്ട്. അപ്പോൾ ആ സ്കെയിൽസ് ഉള്ള സമയത്ത് സാധാരണ മൃഗങ്ങൾ എന്തെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവർക്കൊന്നും കൊല്ലാൻ പറ്റില്ല ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു റോള് ആയിട്ട് ഇങ്ങനെ ഒരു ബോൾ പോലെ ഉരുണ്ടിരിക്കും ഈനാമ്പേച്ചി ഏതെങ്കിലും മൃഗം അതിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത്. അപ്പോൾ ആ പുലി അതിൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ്. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. പക്ഷേ എൻ്റെ തൊട്ടടുത്ത വണ്ടിക്ക് നല്ലൊരു വിൻഡോ കിട്ടി. ആ പുലിയുടെ ഈനാമ്പേച്ചിയും ഒരുമിച്ചിരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തായ ശന്തനു പ്രസാദ് എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റി. കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടിത്. കാരണം അതൊരു അത്യപൂർവമായ കാഴ്ചയാണ്. കാരണം ഈ പുലിയെ നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈനാമ്പേച്ചിയെ കാണാൻ പറ്റിയെന്നുള്ളതും വളരെ അത്യപൂർവമായിട്ടൊരു കാഴ്ചയായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ സീസൺ മൊത്തം ഞങ്ങൾക്ക് ഈ 2 പുലികളെ കാണാൻ പറ്റിയെന്നുള്ളതാണ്. പുലികൾ നമ്മുടെ നേരെ വണ്ടി കാണുമ്പോൾ നടന്നു വരുന്നു, അവർ നടന്നു പോകുന്നു, 2 പേരും ഒരുമിച്ചിരിക്കുന്നു, പാറപ്പുറത്തിരിക്കുന്നു. 100 കണക്കിന് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി. ഞാൻ ഈ ഫോട്ടോസ് എല്ലാം എൻ്റെ വിക്കിമീഡിയ കോമൻസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോകത്ത് ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന രീതിയിൽ ഈ പടങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ സമ്മർ ടൈം കഴിയുമ്പോഴത്തേക്കും, ചൂട് സമയം കഴിയുമ്പോൾ ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്കും അവിടെ മഴ തുടങ്ങുന്ന സമയത്താണ് ഈ സബ് അഡൽട്ട് ആയിട്ടുള്ള ഇപ്പോൾ ലെപ്പേർഡിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും ടൈഗറിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് മദറിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് അടുത്ത സ്ഥലം തേടി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്ത മൺസൂൺ കഴിഞ്ഞിട്ട് പിന്നെ ഒക്ടോബർ 1 പാർക്ക് ഓപ്പൺ ചെയ്തിട്ട് കാട്ടിൽ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം നോക്കിയത് എല്ലായിടത്തും പോയിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട നീലവും പീലും അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. മഞ്ഞക്കണ്ണിയായിട്ടുള്ള പീലുവും നീലക്കണ്ണിയായിട്ടുള്ള പുലിയും. പക്ഷേ ഞങ്ങൾക്ക് ആ പുലികളെ കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നു നവംബർ ഡിസംബർ മാസങ്ങളിൽ
അടുത്ത വർഷം ഞങ്ങൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പുലികളെ കണ്ടുവരുന്ന സ്ഥലത്ത് തന്നെ പുതിയൊരു പുലി വന്നിട്ട് ആ പുലിക്ക് 2 കുഞ്ഞുങ്ങളായിട്ട് ആ 2 കുഞ്ഞുങ്ങളൊരു മരത്തെ കയറിയിരുന്ന് ഞങ്ങളെ ഇങ്ങനെ ഒരു നോക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ പ്രകൃതിയുടെ ഒരു പ്രത്യേകത ഇതാണ്. നേച്ചറിൻ്റെ ഒരു ജീവി അവിടെ ഉണ്ടെങ്കിൽ ആ ജീവി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ അടുത്ത ജീവിയോട് വന്നിട്ട് അടുത്ത പുലികൾ അവിടെ വന്നിട്ട് ആ സ്ഥലം കയ്യേറിയിട്ട് അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. പുലിയെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ നമുക്ക് 16 തരം പൂച്ചവർഗ്ഗങ്ങളുണ്ട്. അതിലേറ്റവും അഡാപ്റ്റബിൾ ആയിട്ടുള്ള ക്യാറ്റാണ്, പൂച്ചവർഗ്ഗമാണ് പുലി. ഇപ്പോൾ പൂച്ചവർഗ്ഗങ്ങളെ തന്നെ 2ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും, ബിഗ് ക്യാറ്റ്സും സ്മോൾ ക്യാറ്റും. ബിഗ് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈഗറുണ്ട്, ലെപ്പേർഡുണ്ട്, ലയണുണ്ട്, സ്നോ ലെപ്പേർഡുണ്ട്. ഇങ്ങനെ ഒരു 4 എണ്ണമാണ് ഇന്ത്യയിൽ ബിഗ് ക്യാറ്റ്സ് ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. അതിലേറ്റവും അഡാപ്റ്റബിൾ ആയിട്ടുള്ളത് പുലിയാണ്. പുലിയുടെ വേറെ 1-2 പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ബിഗ് ക്യാറ്റ്സിനെ അപേക്ഷിച്ച് ഇപ്പം ടൈഗർ ആണെങ്കിലും ഇപ്പം കടുവയും സിംഹത്തെയൊക്കെ വെച്ചിട്ട് സിംഹത്തിനും കടുവയ്ക്കൊക്കെ നന്നായിട്ട് റോർ ചെയ്യാൻ പറ്റും. പക്ഷേ പുലിക്ക് റോർ ചെയ്യാനുള്ള കഴിവില്ല. പുലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുലി നമുക്ക് പണ്ട് കാലത്തൊക്കെ നമ്മൾ മരം മുറിക്കാൻ ഉപയോഗിച്ചിരുന്ന വലിയ അറക്കവാളുണ്ടല്ലോ, അത് വെച്ചിട്ട് അറക്കുമ്പോഴത്തേക്കിനുള്ള സൗണ്ട്, അതിന് സോയിങ് സൗണ്ട് എന്നാണ് പറഞ്ഞാൽ ഞാൻ മിമിക് ചെയ്ത് കേൾപ്പിക്കാം. ഇങ്ങനത്തെ ഒരു സൗണ്ടാണ് പുലി സാധാരണയായിട്ട് വെക്കാറുള്ളത്. നിങ്ങളിനി കാട്ടിൽ പോകുന്ന സമയത്ത് ദൂരെ നിന്നാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഉറപ്പിച്ചോണം അതൊരു പുലിയായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പുലികളുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടൈഗറെയോ സിംഹമായിട്ടോ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും പുലിയുടെ സൈസ് വളരെ ചെറുതാണ്. കാരണം 100 കിലോയിൽ താഴെ മാത്രമേ വലിപ്പം വെക്കുകയുള്ളൂ. അതേസമയം കടുവയും സിംഹമൊക്കെ 200-ലധികം കിലോ വലിപ്പം വെക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും പുലികൾക്കൊക്കെ നന്നായിട്ട് മരം കയറാൻ പറ്റും. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെറിയ ചെറിയ ജീവികളെ പിടിച്ചിട്ടാണെങ്കിൽ ജീവിക്കാൻ പറ്റും. കാട്ടിലൊക്കെയാണ് ചില സമയത്ത് അവർ വലിയ മൃഗങ്ങളെയൊക്കെ മ്ലാവിനെയും പുള്ളിമാനെയൊക്കെ കൊന്ന് ജീവിക്കും. കുരങ്ങുകളെ കുറേ ഭക്ഷണമാക്കാറുണ്ട്, കാട്ടുപന്നിയുടെ കുഞ്ഞുങ്ങളെ പിടിക്കാറുണ്ട്, പിന്നെ പക്ഷികൾ പീക്കോക്കിനെ പിടിച്ച് തിന്നാറുണ്ട്, കാട്ടുകോഴിയെ പിടിച്ചൊക്കെ തിന്നാറുണ്ട്. അപ്പം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഇത് ഫുഡ് അവർക്ക് തിന്നാൻ പറ്റും. നാട്ടുപുറത്താണെങ്കിൽ തന്നെ കാടിനോട് അടുത്ത് ഉള്ള ഗ്രാമങ്ങളിലൊക്കെ ഇവരുടെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പട്ടികളാണ്. പട്ടികളെ പിടിച്ചിട്ട് നിന്നിട്ടാണ് ഇവർ ജീവിക്കുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഇപ്പം ഡൽഹിയിൽ പുലിയുണ്ട്, ബോംബെ സിറ്റിക്കടുത്ത് പുലിയുണ്ട്, ബാംഗ്ലൂർ സിറ്റിക്കടുത്ത് പുലിയുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് പല സ്ഥലത്തും നമ്മളിപ്പോൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വയനാട്ടിലും ഇപ്പോൾ കോഴിക്കോട് കല്ലായിൽ നിന്ന് ഒരു ഓട്ട് കമ്പനിയുടെ അവിടുന്ന് ഒരു പുലിയെ പിടിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാങ്കുലൈസ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ പല സ്ഥലത്തും പുലിയുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിൻപുറത്തൊക്കെ പല സ്ഥലത്തും ഈ പുലികളുടെ എണ്ണം എന്നല്ല പറയേണ്ടത്, അതിനെ കാണുന്നത് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീവ് വിൻഡർ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, US-ലുള്ള. അദ്ദേഹം ബോംബെ വന്നിട്ട് ഈ ലെപ്പേഡുകളെക്കുറിച്ച് പഠിക്കാനായിട്ട് കുറേയേറെ ക്യാമറ ട്രാപ്പൊക്കെ വെച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടൊരു ഫോട്ടോ ഉണ്ട്. ലെപ്പേഡ് ഇങ്ങനെ ബോംബെ സിറ്റി രാത്രി ആകുമ്പോഴത്തേക്കിന് സിറ്റിക്ക് അടുത്തൂടെയൊക്കെ ഇങ്ങനെ പുള്ളി നടന്നു പോകും. ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം വീടുകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കുറേയേറെ. അപ്പം അതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അദ്ദേഹത്തിന് കുറേയേറെ അവാർഡുകളൊക്കെ കിട്ടാൻ സാധിച്ചു ആ പടം. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ പടമൊക്കെ പോയി കാണുക. കെനിയയിൽ നടന്ന ഒരു രസകരമായൊരു കഥ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. കെനിയയിലെ നൈറോബി എന്ന് പറഞ്ഞ സ്ഥലം അവരുടെ ക്യാപിറ്റൽ സ്ഥലമാണ്, കെനിയയുടെ തലസ്ഥാനമാണ്. അവിടെ കുറേയേറെ പുലികളൊക്കെ ഉണ്ട്. കാരണം അത് കാടിനോട് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട്. ഒരിക്കലും അവിടെ ഒരു സൂ ലെപ്പേർഡ് രാത്രി ചാടിപ്പോയ സമയത്ത് അവിടെ അതോറിറ്റീസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 കൂടുകൾ വെച്ചു ഈ പുലിയെ പിടിക്കാൻ വേണ്ടിയിട്ട്. അവരടുത്ത് രാവിലെ ആകുമ്പോഴത്തേക്കിനും തന്നെ ഈ പുലിയെ അവർക്ക് കൂട്ടിൽ കിട്ടുമെന്ന്. പക്ഷേ അന്ന് രാത്രി അവർക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പുലിയെ കിട്ടി. ചാടിപ്പോരണത്തിന് പിടിക്കാനും പറ്റില്ല. പിന്നീട് അവർ സയൻറ്റിസ്റ്റൊക്കെ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കിനാണ് മനസ്സിലായത് ആ സിറ്റിക്കകത്ത് ഒത്തിരി പുലികൾ താമസിക്കുന്നുണ്ട്. രാത്രിയിൽ ഇറങ്ങിയിട്ട് വലിയ എലികളെ പിടിച്ചിട്ടാണ് അവർ ജീവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഇനിയും ഞാൻ ഇങ്ങനെയുള്ള അനുഭവങ്ങളും കഥകളുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും കാണുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.